ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ അരക്കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ കണ്ണൂർ കോഴിക്കോട് സ്വദേശികളായ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷനും വാദിഭാഗം അഭിഭാഷകനും വാദിച്ചു. വൻ തട്ടിപ്പാണ് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ നടന്നത്. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികളായ ഏച്ചൂർ വട്ടപ്പൊയിലെ താഴെ വീട്ടിൽ ജസീല, ഏച്ചൂരിലെ നസീബ്, വട്ടപ്പൊയിലെ താഴെ വീട്ടിൽ ജംഷീർ, കോഴിക്കോട് കക്കോട് സ്വദേശി MP നജ്മൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. കൊല്ലം സ്വദേശിയിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ 43 ലക്ഷം രൂപ തട്ടിയതായ പരാതിയെ തുടർന്നാണ് പ്രതികൾക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. വിദേശത്തുള്ള പ്രതികൾ അറസ്റ്റ് ഭയന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K അജിത് കുമാറും പരാതിക്കാരന്റെ അഭിഭാഷകനായ മിഥുൻ മാധവനും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തു. പ്രതികൾ കുറ്റം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നതായി അഡ്വക്കേറ്റ് മിഥുൻ മാധവൻ പറഞ്ഞു. ഒന്നാം പ്രതിയായ ജസീല ഇൻസ്റ്റഗ്രാം വഴി വീഡിയോ പോസ്റ്റ് ചെയ്ത് ലാഭവിഹിതം വാഗ്ദാനം നൽകി ആൾക്കാരിൽ നിന്നും ഭീമമായ തുക നിക്ഷേപം സ്വീകരിച്ചു എന്നാണ് പരാതി. പിന്നീട് ലാഭവിഹിതമോ നിക്ഷേപ തുകയോ തിരിച്ചു നൽകാതെ വഞ്ചിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കൊല്ലം സ്വദേശിയായ പരാതിക്കാരനെ 3-4 പ്രതികളായ ജംഷീറും നജ്മലും ഒമാനിൽ ചെന്ന് കണ്ട് നിക്ഷേപിക്കുന്ന പണത്തിന് 20% ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പണം വാങ്ങിയതെന്നാണ് പരാതി. കൊല്ലം സ്വദേശിയായ അഷ്റഫിന്റെ പരാതിയിലാണ് പ്രതികൾക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജിത് കുമാർ വാദിച്ചിരുന്നു. പ്രതികൾ സമാനമായ കുറ്റകൃത്യം നടത്തി 13 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പരാതിയുണ്ട്. ഇതിൽ ക്രൈംബ്രാഞ്ചും ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം നടത്തിവരികയാണ്. ഇക്കാര്യവും അഡ്വക്കേറ്റ് മിഥുൻ മാധവൻ കോടതിയുടെ മുമ്പാകെ വെച്ചു. ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ജാമ്യ ഹർജി തള്ളിയത്. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താൻ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.